അത്രമാത്രം വലിയൊരാൾ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അമ്പ്രം സയ്യിദ് അലവി തങ്ങളില്ലേ, സയ്യിദ് അലവി തങ്ങൾ, മകൻ ഫസൽ പോക്കോയ തങ്ങളൊക്കെ ഇപ്പോൾ അവസ്ഥ എന്താണ്? ആ തങ്ങളുടെ കബറാണ് എന്ത് ചെയ്യുന്നത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫസൽ പൂക്കോയ തങ്ങൾ അന്ന് ജിദ്ദയിൽ നാടിനെത്തിയ ഫസൽ പൂക്കോയ തങ്ങളെ ജിദ്ദയിലേക്ക്, എന്നിട്ട് ആ ഫസൽ പൂക്കോയ തങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ആരും അറിയോ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് KPCC പ്രസിഡന്റ് ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 45 എന്ത് ചെയ്തു? മരിച്ചുപോയി. കൊടിയത്തൂർ ചേന്നമംഗലൂർ വെച്ച് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ സിനിമ ഉണ്ടാക്കിയിരുന്നു. എന്നിട്ട് ആ സിനിമയില് പിന്നെ എന്തിന്റെ TV ന്യൂസ് കാണുമ്പോൾ കാണാം. എന്നിട്ട് അതിൽ അയാളും ഏതൊരു നടിയുമായിട്ടുള്ള നരൻ എന്ന് പറഞ്ഞ നടനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. എന്നിട്ട് ഒരു പെണ്ണുമായിട്ട് ഇതാകുന്ന സിനിമയിൽ പിന്നെ ഉണ്ടാവുമല്ലോ. ആ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെ രാഷ്ട്രീയക്കാരനാണ് സംഗതി ശരി, പക്ഷേ തഹജ്ജുദ് ഒരു വക്ത് തഹജ്ജുദ് ഒഴിവാക്കാത്ത മനുഷ്യനായിരുന്നു അയാൾ. ഒരു വക്ത് തഹജ്ജുദ് ഒഴിവാക്കാത്ത, അതേപോലെ തന്നെ ഓരോ സുന്നത്തും വളരെ കണിശമായി അത്രമാത്രം പണ്ഡിതൻ പോലും ആ നിലക്ക് എന്ത് ചെയ്തില്ല, ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിച്ച സൂക്ഷ്മതകളിൽ ജീവിച്ച ആ മനുഷ്യനെ ഇപ്പൊ സിനിമയിൽ എന്താക്കണമെന്ന് അറിയോ? നമ്മുടെ നാട്ടിലെ ഇപ്പൊ മുജാഹിദിന്റെ ഒക്കെ വലിയ മുജാഹിദ്, ഞാനിങ്ങനെ പറയായിരുന്നു, മുജാഹിദിന്റെ ആൾക്കാർ ആരും എന്ത് ചെയ്തില്ല, അതിനെതിരിൽ ലീഗിന്റെ ആൾക്കാരും കോൺഗ്രസിന്റെ ആൾക്കാരും ചെയ്തു അതിനെതിരിൽ പ്രസ്താവന ഇറക്കി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ രാഷ്ട്രീയത്തെ വികലമാക്കിയതിന്, അയാളുടെ ദീനിനും എന്ത് ചെയ്തു, വികലമാക്കി. ഒരിക്കലും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പൊറുക്കുന്ന കാര്യമാണോ അത്? അങ്ങനെ അപ്പൊ അതില് കുറെ അങ്ങനത്തെ രംഗങ്ങളൊക്കെ PT കുഞ്ഞുമുഹമ്മദ് വിവാദമായിട്ടുണ്ട്. വിവാദമാക്കിയതാണ് ഞാൻ പറഞ്ഞു. മതസംഘടനകൾ വിവാദമാക്കണമെന്ന് നല്ലൊരു നമ്മുടെ ഒരു കണ്ണിയത്ത് പിന്നെ അഹമ്മദ് മുസ്ലിയാരുണ്ട്, കേട്ടു നിങ്ങള്? കണ്ണിയത്ത് സുന്നികളുടെ വലിയ നേതാവാണ് അദ്ദേഹമൊക്കെ. വളരെ മതബ് സുന്നി മാറ്റ മതം, പക്ഷെ നല്ല മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യന്മാരെന്ന് പറയണ്ടേ. അദ്ദേഹമൊക്കെ അങ്ങാടിയിൽ ഒന്ന് സാധനം വാങ്ങിയാൽ വാഴക്കാട് അങ്ങാടിയിലൊക്കെ വന്നിട്ട് മീനൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നോ, പിന്നെ ഈ പൊരുത്തപ്പെട്ടോ കബൂലായിനോ? അങ്ങനെ കച്ചവടക്കാരൻ 3 പ്രാവശ്യം കബൂലായി മോലി മുസ്ലിം നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, മീനായിട്ട് പോകുള്ളൂ. അത്രമാത്രം സൂക്ഷ്മത. അപ്പൊ എന്നിട്ട് കണ്ണിയത്ത് വരുന്ന മീൻ വാങ്ങാണ്ട കച്ചവടക്കാരൻ തിരിഞ്ഞു കളഞ്ഞു. കാരണം അദ്ദേഹം മീൻ വാങ്ങിയാൽ തീരെ പോലെ എന്തെങ്കിലും പൊരുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, പോകുള്ളൂ. അപ്പൊ ആയിക്കൂടെ 3 കച്ചവടക്കാരൻ അപ്പുറത്ത് മീൻ വാങ്ങി പോലെ. അപ്പൊ അങ്ങനെ കരുതു. അപ്പൊ അങ്ങനത്തെ ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ അതുപോലുള്ള നല്ല തങ്കമാറ്റുള്ള ഇപ്പൊ കെ മൗലവിയെ കുറിച്ച് എങ്ങനെ സിനിമ ഉണ്ടാക്കിയാൽ നമുക്ക് പൊറുക്കോ? അതേപോലെ നമുക്ക് പൊറുക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് ഇയാളുടെ ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ. ഞാൻ പറഞ്ഞ ആ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ത് ചെയ്തു? ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുമ്പോൾ KPCC ജനറൽ സെക്രട്ടറി ആരെന്ന് പറയും? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് KPCC പ്രസിഡന്റ് ആയപ്പോൾ ജനറൽ സെക്രട്ടറി ആരെന്ന് പറയും? എന്താ പറയാൻ സാധ്യതയില്ല. സാക്ഷാൽ ഏലംകുളത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് EMS KPCC കോൺഗ്രസിന്റെ സെക്രട്ടറി. പിന്നെയാണ് ആൾ എന്തുണ്ടാക്കിയത്? മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞെന്തോ, ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഫസൽ പൂക്കോയ തങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങോട്ട് വന്നാൽ ഫസൽ പൂക്കോയ തങ്ങൾ വന്നിട്ട് വാപ്പ എന്നാലെങ്കിലും എന്ത് ചെയ്യാൻ, അദ്ദേഹം ഇവിടെ വന്നിട്ട് മമ്പർത്ത് വന്നിട്ട് ജാറം കാണിച്ചു അവിടെ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കാണിച്ചാൽ അദ്ദേഹം ഒരുപാട് സ്വത്താണെങ്കിൽ കുറെ ആൾക്കാർ കൈയടിക്കുകയും ചെയ്തു. ആ സ്വത്തൊക്കെ ഇയാൾക്ക് തിരിച്ചു വാങ്ങിയിട്ട് ഈ ജാറം പൊളിച്ചു മാറ്റിയിട്ട് ഇദ്ദേഹം അറിയില്ല ഇയാൾ ചിന്തയിലാണ്. അതിനുവേണ്ടി ഫസൽ പൂക്കോയ തങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ചെയ്തില്ല, മമ്പുറത്തോ ചെമ്മാടോ തിരുവങ്ങാടി ചെമ്മാടല്ല അന്നത്തെ പ്രസിദ്ധമായ സ്ഥലം, തൊട്ടപ്പുറത്തുള്ള തിരുവങ്ങാടിയാണ്. ആ തിരുവങ്ങാടിയിലെ കാല് കുത്താൻ സമ്മതിക്കാതെ വടകരയിൽ കൂടെ മാഹി കൂടെ കൊണ്ടിട്ട് എന്ത് ചെയ്തോ വേഗം കയറ്റി വിട്ട്, കപ്പലിൽ കയറ്റി എവിടെയെങ്കിലും വിട്ടു, മക്കയിലേക്ക് തിരിച്ചയച്ചു കഴിഞ്ഞു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കൊണ്ടുവന്നില്ല. ഇയാൾ വന്നാലെങ്കിലും എന്ത് ചെയ്യും? രാഷ്ട്രീയ പ്രവർത്തനം വേറെ ഉണ്ട്. അപ്പൊ എന്റെ ബാപ്പന്റെ കബർ എന്ത് ചെയ്യരുത്, ചെയ്യുന്ന കബർ എന്ത് ചെയ്യാൻ, ഇയാൾക്ക് വേണമെങ്കിൽ ആ കബർ കെട്ടിപ്പൊക്കെ കബറും ജാറും എന്ത് ചെയ്യാമായിരുന്നു, മകന് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് അതുവരെ ശ്രമിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് ഈ സയ്യിദ് അലവി തങ്ങള് മമ്പറം തങ്ങള് ശരിക്കും ഹദർമൗത്തിലെ ആൾക്കാരാണ്, യമനിലെ. അയാൾ തൗഹീദിന് വേണ്ടി നിലകൊണ്ട് അദ്ദേഹത്തിന്റെ കബറ് മൊയ്‌ഹീദ്ദീൻ ഷെയ്ഖ്, അദ്ദേഹം എന്താണല്ലോ ഇത്ര അയാളുടെ കബർ, അദ്ദേഹത്തിന്റെ കബർ ഇപ്പൊ ആരാധിക്കല്ലേ. ആ മൊയ്‌ഹീദ്ദീൻ ഷെയ്ഖ് തൗഹീദിന് വേണ്ടി കബർ ആരാധനക്കെതിരിൽ പടപൊരുത്തിയ മനുഷ്യനാണ്. അയാളുടെ പേര് അബ്ദുൽ ഖാദിർ എന്നാ, ജന്മസ്ഥലം ജീലാനിയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി എന്നാ പറയാ. അദ്ദേഹത്തിന് മൊഹീദ്ദീൻ എന്നുള്ളത് ദീനിനെ ഹയാത്താക്കിയവൻ എന്ന അർത്ഥത്തിൽ കിട്ടിയ സ്ഥാനപ്പേരാ എന്ത്? മൊഹീദ്ദീൻ. നമ്മളിപ്പോ അബൂ ഹനീഫ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടിയ ജനങ്ങൾ കൊടുത്ത സ്ഥാനപ്പേര എന്തിനറിയോ? ദീന് മുഴുവൻ ശിർക്കും കുഫറും ബിംബാരാധനയും കബർ പൂജയും ഒക്കെയായി മാറിയിട്ട് മുഴുവൻ ശിർക്ക് വിദഅത്ത് ആചാരങ്ങൾ വന്നപ്പോ അതിനെ മുഴുവൻ ഇല്ലാതെയാക്കിയിട്ട് യഥാർത്ഥ ദീൻ അവിടെ സ്ഥാപിച്ച ഇറാഖിൽ ബാഗ്ദാദിൽ ദീൻ തിരിച്ചു കൊണ്ടുവന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആൾക്കാർ കൊടുത്ത സ്ഥാനപ്പേരായിരുന്നു എന്ത്? മൊഹീദ്ദീൻ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഖബർ എന്ത് ചെയ്യാ? ആരാധിക്കല്ലേ ലോകം മുഴുവൻ.
ഇങ്ങനെയാണ് ഓരോ വിഷയത്തിലും ഇമാം ഷാഫിയും ഇമാം അബൂ ഹനീഫയും അവരൊക്കെ തന്നെ നിലകൊണ്ടത് ഈ ഖുർആനും സുന്നത്തും വേണ്ടിയിട്ടാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വീക്ഷണ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ വിഷയത്തെ കുറിച്ച്. അതിന്റെ കാരണം എന്താണ്? അന്ന് ഈ ഹദീസ് നിദാന ശാസ്ത്രം അത്രത്തോളം പുരോഗതി പ്രാപിക്കാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യോ ഇപ്പൊ എന്നിട്ട് അവരുടെ പേരിലിട്ടാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് സ്വീകരിക്കാം, ആര് പറഞ്ഞത് സ്വീകരിക്കാം, പക്ഷെ അതെന്തായിരിക്കണം? ഖുർആനും സുന്നത്തിനും അനുകൂലമായിരിക്കണം. പിന്നെ വിശദീകരണങ്ങൾ ഉണ്ടാവാം. വിശദീകരണങ്ങൾ പലരും പറയുമ്പോൾ എന്തായാലും പല വിഷയങ്ങളും വിശദീകരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അതിൽ നമുക്ക് ഏതാണോ നല്ലത് വിശദീകരിക്കാൻ ആർക്കും അവകാശം ഉണ്ടല്ലോ. ആ വിശദീകരണത്തിൽ ഏതാണോ നല്ലത് അത് നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ മതത്തിന്റെ ചെയ്യേണ്ട ഒരു കാര്യം, പ്രവർത്തിക്കേണ്ട ഒരു കാര്യം അതാണോ? ആശയങ്ങളും ചിന്താഗതികളും എന്താവാം, പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മൾ ദീനിൽ ആചരിക്കേണ്ട ഒരു പ്രവൃത്തി അത് എന്തായിരിക്കണം? ദീനാകണമെങ്കിൽ എന്തായിരിക്കണം? റസൂല് ചെയ്തതോ, റസൂല് ചെയ്യാൻ നിർദ്ദേശിച്ചതോ, അല്ലെങ്കിൽ റസൂൽ അതിന് അനുമതി നൽകിയതായിട്ട് സഹാബികൾ പറയുകയോ സഹാബികൾ ചെയ്തതോ ആയ കാര്യമേ എന്താകൂ? ദീനാകൂ. ഞാനിപ്പോ ബഹുർ കുറെ നമസ്കരിച്ച ദീനാകൂ? ഞാന് ഇപ്പൊ കുറെ ദിക്റും സലാത്തും ദിക്ർ ചെല്ലാൻ പറ്റൂല്ലേ? ചെല്ലണോ? ചെല്ലണം, ധാരാളം ചെല്ലണം. സലാത്തോ ഞാൻ എന്ത് ചെയ്തു? ആഴ്ചയിൽ ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം ഒരു സലാത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് കുറെ ആൾക്കാരെ കൂട്ടി അങ്ങനെ ഒരു സലാത്ത് ഒരു ആചാരമായി കൊണ്ടു നടന്നാൽ അങ്ങനെ ദീനല്ല അങ്ങനെ പറയാൻ ഓരോരുത്തർ ആലോചിച്ച് പറയും. എന്താ പറയുക? സലാത്ത് ചെല്ലൽ ദീനാണ്. സലാത്ത് ചെല്ലാൻ ദീൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അത് നിർബന്ധമാണ്. എന്റെ പേര് കേട്ടിട്ട് എന്റെ പേര് റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ ആണ് ആര്? അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. കേട്ടോ ഹദീസ്? പ്രവാചകൻ പറഞ്ഞ അൽ ബഖീൽ ആരാണ്? പിശുക്കൻ ആരായോ? മൻ ഒരാളാ ദുകിർതു ഇൻദഹു, അയാളുടെ അടുക്കൽ വെച്ചിട്ട് എന്റെ പേര് പറഞ്ഞു, ഫലം യുസല്ലി അലയ്യ, അയാൾ ഇതില്ല എന്റെ പേരിൽ സലാത്ത് ചെല്ലിയ അയാളാ പിശുക്കൻ. പ്രവാചകന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ, സലാത്ത് പറയാത്തവൻ. അപ്പൊ അത്രമാത്രം നമ്മൾ എപ്പോഴും സലാത്തും സലാമും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ആർക്ക്? പ്രവാചകൻ തന്നെ പ്രസംഗിക്കുമ്പോൾ പ്രവാചകന് വേണ്ടി ചെയ്യും, സലാത്ത് ചെല്ലും. കാരണം എന്തുകൊണ്ട്? അത് ദീനായതുകൊണ്ട്. അത് ദീനായതുകൊണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് നമുക്ക് ആരാ പഠിപ്പിച്ചു തന്നത്? റസൂലല്ലേ. കാരണം അത് റസൂൽ പഠിപ്പിച്ചു തരണം. കാരണം എന്തുകൊണ്ട്? അത് ദീനാ. ഞാൻ എപ്പോഴാ പറഞ്ഞിട്ടുണ്ട്? ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സലാത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലിക്കൊണ്ടിരിക്കണം. നിർബന്ധമായി നമ്മുടെ ബാധ്യതയാണ് സലാത്തിൽ. ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യണമല്ലോ? നിങ്ങൾ സലാത്ത് ചെല്ലണം. നമ്മൾ പല ആളുകൾക്ക് ഇല്ലാത്തൊരു പതിവാണ് ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ തുടങ്ങി ഒരുപാട് ദിക്റുകൾ. ആയത്തുൽ കുർസി, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്തില്ലേ ഏതാണ്? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ഇലാ ആഖിരി, അവസാനം വരെ. സലാത്തിന്റെ രൂപം എന്താണ്? കൃത്യം പൂർണ്ണമായ സലാത്തിന്റെ രൂപം റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? 2-3 നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ അലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതൊരു രൂപം. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. അത് മറ്റൊരു. اللهم صل على محمد وعلى ال محمد كما صليت على ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ال ابراهيم انك حميد مجيد. അവിടെ ഒന്നില്ല, അതൊന്ന് കുറവുണ്ട്. വ്യത്യാസം മനസ്സിലായില്ലേ? അത് മറ്റൊരു രൂപം. അത് 3-4 രൂപത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഈ പള്ളി ദർശനമൊക്കെ പഠിക്കുമ്പോഴേ കറണ്ട് പോയാലൊക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അത് സന്തോഷമാണ്. അത് സന്തോഷത്തിനാ. എന്താ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സ്ഥലത്തിൽ നിന്ന് ഓതണ്ടല്ലോ, അത്ര നേരം ഓതണ്ട. എന്നിട്ട് പണ്ട് ഈ പള്ളി ദർശനത്തിൽ പഠിക്കുമ്പോൾ ലൈറ്റ് കറണ്ട് ഒന്നും ഇല്ല. അന്ന് വെളുക്കത്തിച്ചിട്ടാണ്. അന്ന് നെഹവ് പഠിക്കാൻ അൽഫ്യ എന്നൊരു പുസ്തകം കേട്ടുന്നത്. അൽഫ്യ 1000 ബൈത്തുള്ള നെഹവിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ അവസാനം എന്താ പറയുക? പിന്നെ ഇത് പഠനമൊക്കെ നിർത്തി കഴിഞ്ഞാല് നമ്മള് അൽഫ്യ കൊടുക്കാനാണ് അറിയാം. എന്താണ് അൽഫ്യയിൽ എന്താ ഗുണം? അത് ഈ പള്ളി ദർശന കാര്യം പറയാം. എന്താണ് അറിയില്ല? വിളക്ക് നടുക്ക് കത്തിച്ച് വെച്ചിങ്ങാണ്ട് ഇവര് പറയും നമ്മളെല്ലാരും എന്ത് കഴിഞ്ഞ് അൽഫ്യ ഓതുക. എല്ലാരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അൽഫ്യ ഓതുക. എല്ലാരും കൂടി അൽഫ്യ എന്നിട്ട് പറഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ഈ സലാത്തോണ്ട് ചെല്ലും.
ഈ ക്ലാസ് നിന്ന് കിട്ടാനേ. അപ്പൊ അതാണ് ആ സ്ഥലത്ത് അതാണ്. അപ്പൊ അതിനൊന്നും ദീനെന്ത് ചെയ്തത് മറ്റേ മദ്രസയിലൊക്കെ ശീലമാക്കി ഫാത്തിഹ കൊണ്ട് തുടങ്ങിയത് അതൊക്കെ എന്താണെന്നറിയോ ഒരു വിദേശത്ത് നമുക്ക് പറഞ്ഞില്ല. ഇത് റസൂലിന്റെ കാലത്ത് മദ്രസ റസൂലത്ത് മദ്രസ ഉണ്ട്. ദീൻ പഠിപ്പിക്കാൻ അന്നത്തെ സംവിധാനം എന്ന് വെച്ചാൽ ദീൻ പഠിപ്പിക്കണ്ടേ. അത് ഞാൻ എപ്പോഴെങ്കിലും പറയുന്നുണ്ട്. നമ്മൾ ദഴവ രംഗത്ത് നമ്മൾ പുതിയ കുറെ നൂതന ശൈലിയൊക്കെ ഉണ്ട്. നമ്മൾ മിനയിലൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം ആ വിഷയങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഏതൊക്കെയാണ് നമ്മൾ അതൊക്കെ എന്തായി മാറ്റി നമുക്ക് വിദഗ്ധരായി പെടാൻ സാധ്യതയൊന്നും ഇല്ലാത്തതും. അപ്പോ മദ്രസ തുടങ്ങിയത് എന്താണ് നമ്മുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കാനാണ്. റസൂലിന്റെ കാലത്ത് അങ്ങനെ മദ്രസ ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് മദ്രസ തുടങ്ങാൻ പറ്റുമോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ വകുപ്പിൽ പെട്ടതല്ല. ദീൻ പഠിപ്പിക്കാന്നുള്ള ദീനാണ്. ദീൻ പഠിപ്പിക്കാൻ സ്വീകരിക്കേണ്ട മാർഗം ഇന്നലെ പള്ളിനെ കുറിച്ച് പറഞ്ഞില്ലേ, നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാൻ അവകാശമുള്ളതാണ്. അപ്പോ അതുകൊണ്ട് കുട്ടികളെ ഒരു ആചാരം ഒരു ദീനുമായിട്ട് മനസ്സിലാക്കാൻ എന്ത് രാവിലെ എന്ത് ചെയ്യുന്നത് തുടങ്ങുമ്പോൾ എന്ത് ഫാത്തിഹയും അവസാന റസൂലിന്റെ പേര് സലാത്തിൽ പിരിയുക എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു നമ്മളിപ്പോ സാധാരണ എന്ത് ചെയ്യാണ്ട് ഒരു പരിപാടി നടക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യും, ദുആ ചെയ്യൂലേ, റസൂലിന്റെ പേര് സലാത്ത് ചെയ്തിട്ടാണല്ലോ ദുആ. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാം. സലാത്ത് അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞത് സലാത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ ആരും കാണിച്ചു തരും. അത് റസൂല് കാണിച്ചു തരും, പഠിപ്പിച്ചു തരും. ഒരു സംഭവം ഞാൻ അവസാനം 10 മിനിറ്റ് പോയി എന്താ അറിയോ, അപ്പോഴേക്ക് ഇവിടെ ഒന്ന് അതിൽ മുട്ട് വയ്ക്കും. പിന്നെ എന്താ അറിയോ, റസൂല് മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, 10-15 വർഷം അത്ര ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് മദീനയിലെ പള്ളിയിൽ കുറെ ആൾക്കാർ ചെയ്യുന്നത് വട്ടമിട്ടിരിക്കുക. ഇതേപോലെ സഹാബികൾ വട്ടമിട്ടിരിക്കുക. കുറച്ച് പ്രഗത്ഭരടക്കം സഹാബികൾ താബികളെ ആൾക്കാർ. എന്നിട്ട് ഒരു ഇമാമുണ്ട് ചോദിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഒരാൾ പറയും കബ്ബിറൂമിയ. അപ്പൊ ഇവര് 100 പ്രാവശ്യം എന്ത് ചെയ്യും, അല്ലാഹു അക്ബർ പറയും. 100 കല്ലുണ്ട്. ഓരോ പ്രാവശ്യം പറഞ്ഞു ചെയ്യും, ഓരോ കല്ല് മാറ്റും. അത് കഴിഞ്ഞ് പറയും സബ്ബിഹൂമിയ. അപ്പൊ ആ കല്ല് ദീപിനെ ഇങ്ങോട്ട് ഇട്ട് വെക്കും. 100 പ്രാവശ്യം ചെയ്യും. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ പള്ളിക്കട്ട് കയറി വന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ദിക്റും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ക്ഷുഭിതനായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് 4 അബ്ദുള്ളമാരുണ്ട്. ഇബാദുള്ള എന്നുള്ള പേരിൽ അറിയപ്പെടുക. അബ്ദുള്ള അറിയാലോ. ഇബാദുള്ള എന്തായി, അടിമകൾ മാത്രമല്ല, 4 അബ്ദുള്ളമാര്. ആരൊക്കെ 4 അബ്ദുള്ളമാര്? ഇബാദുള്ള എന്നുള്ള പേരിൽ അറിയപ്പെട്ട 4 ചെറുപ്പക്കാരെ അബ്ദുള്ളമാരുണ്ട്. സഹാബികൾ പറയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ്. അപ്പോ ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കയറി വന്നിട്ട് പറഞ്ഞു, എന്താണ് അപ്പത്, റസൂൽ ഉപയോഗിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല, റസൂൽ ഉപയോഗിച്ച വസ്ത്രം നിർമ്മിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ദീനിൽ പുതിയ ആചാരം കൊണ്ടുവരികയാണോ? ഇവരെന്ത് ചെയ്തിട്ടുള്ളൂ, 100 അൽഹംദുലില്ലാ, 100 സുബ്ഹാനല്ലാഹ്, 100 അല്ലാഹു അക്ബർ. അപ്പൊ ഇവര് പറഞ്ഞു മാ അർദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ എന്തേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി കം മിൻ മുരീദിൻ ലിൽ ഖൈരി ഫലൻ യുസീബ. എത്ര ആൾക്കാർ ഖൈർ ഉദ്ദേശിക്കുന്നു, പക്ഷെ അവർക്കത് കിട്ടുന്നില്ലല്ലോ. ഖൈർ ഉദ്ദേശിച്ച് നിങ്ങൾ നല്ല പടച്ചോന്റെ പ്രതിഫലമാണോ ആഗ്രഹിക്കുന്നത്? ഒരാൾ ഒറ്റയ്ക്കിരുന്ന് 100 പ്രാവശ്യം ചെല്ലാൽ ആരും എതിർക്കൂല. ഇതൊരു ആചാരമാണ്. എന്ത് ഇതിങ്ങനെ ഇവിടെ തുടർന്നാൽ ചെയ്യും, പിന്നെ അടുത്ത പള്ളിയിൽ വേറെ തുടരും, വേറെ പള്ളിയിൽ വേറെ തുടരും. പിന്നെ എന്ത് ചെയ്യും, റസൂലിന്റെ സഹാബിമാർ ചെയ്യുന്നു പറഞ്ഞ എന്ത് ചെയ്യും, വേറെ ആൾക്കാർ. പിന്നെ ലോകാവസാനം വരെ എന്തായി മാറും, ഇതായിരിക്കും പിന്നെ ദിക്റിന്റെയും സലാത്തിന്റെയും ഒക്കെ രൂപം. അതൊരു ആചാരമായി മാറും. അവിടെ കയറോ ഇറങ്ങിപ്പോണെന്ന് പള്ളി എന്ത് ചെയ്തു, എല്ലാം എന്ത് ചെയ്തു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇറക്കി വിട്ടു. വേറെ കുറെ സംഭവം ഉണ്ട്. ഉമർ ഇബ്നു ഖത്താബ് കണ്ടിട്ട് കല്ലെടുത്തെറിഞ്ഞ സംഭവങ്ങളുണ്ട്, കല്ലെടുത്തെറിഞ്ഞ ആട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും സമയം കിട്ടുമ്പോ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്താ പറയുക, സംഗതി നല്ലതാ. തസ്ബീഹ് വേണം, തഹ്മീദ് വേണം, തക്ബീർ വേണം, തഹ്ലീൽ വേണം, ദിക്റുകൾ വേണം. ആ ദിക്റുകളെ കുറിച്ചൊക്കെ ഹദീസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. പക്ഷെ എന്ത്, അത് ഈ നിലക്കുള്ള ആചാരവും രൂപമാക്കി മാറ്റരുത്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തല്ല, അത് ദീനല്ല, അത് റസൂലിന്റെ മാർഗ്ഗം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം സലാത്തിന് വേണ്ടി മാറ്റി വെക്കലും ഒരു സലാത്ത് രീതിയും അതൊക്കെ അതിന്റെ ഇസ്ലാമിക, അത് ഞാൻ പറയില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യാം, ആലോചിക്കുക. ഓരോ വിഷയത്തിലും അതേപോലെ ദിക്റുകൾ. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താ പറയുക, നമുക്ക് ഈ ദിക്റുകളോ ദുആകളോ പ്രാർത്ഥനകളോ പലപ്പോഴും പലരും ഇല്ല, അതൊന്നും പഠിച്ചിട്ടില്ല. ഒരായത്ത് പഠിക്കാൻ, ഒരു സൂറത്ത് പഠിക്കാൻ പ്രവാചകന്റെ അടുക്കുന്ന റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, ഒരു നമ്മൾ മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു 10-20 ഹദീസ് പഠിക്കും. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാല് നമസ്കാരത്തിൽ ഇമാമ് നിൽക്കാനെങ്കിലും ഒരു 10-15 ചെറിയ സൂറത്തുകൾ മനഃപ്പാടമാക്കിക്കൂടെ? എന്നും കുല്ലാഊദു റബ്ബിൽ ഫലഖ് കുല്ലാഊദു റബ്ബിൻ നാസ് ഓതണോ?
അല്ലെങ്കിൽ ഇതാകാനുസൃതമായി തപ്പത്ത് മാത്രം ഓതിയിട്ട് എത്ര കാലം നമ്മൾ കഴിച്ചു വിട്ടു? വേറെ നമുക്ക് വേണ്ട എന്തൊക്കെ പഠിക്കുന്ന ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിക്കും, നമ്മൾ എവിടെയൊക്കെ പോകും, നമ്മൾ എത്ര പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കുള്ളത് മുഴുവൻ കുറുക്കു വഴിയിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലാത്ത ഒരു, ഞാനിപ്പോ പറയുമ്പോൾ എന്തായാലും യൂണിസ് പറഞ്ഞൊരു ഒക്കെ സംസാരിച്ച വിഷയം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു പിത്തനാന്ന് പറഞ്ഞാല് നമ്മൾ ഗൗരവത്തോട് കൂടെ കാണേണ്ടത്, ഞാൻ എന്റെ എന്താ പറയാ, നിങ്ങളുടെ പറയേണ്ട ഒരു ബാധ്യത അന്നേരം യൂണിസ് ഒക്കെ ഉണർത്തിയതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്, അത് പറയേണ്ടത് അത്യാവശ്യമായിട്ട്. നമ്മൾ ലോട്ടറി അടിക്കുന്ന പരിപാടിയില്ലേ, ലോട്ടറി അടിക്കാൻ എന്താ, അധ്വാനിച്ച് എങ്ങനെ നമുക്ക് ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സമ്പാദിക്കാം. ലോട്ടറി അടിക്കുന്നത് അത് കുറുക്കു വഴിയിലൂടെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള. അതേപോലെ ഞാനീ പറഞ്ഞ ഈ ഖുർആനോ ആയത്തോ ഹദീസുകളോ പഠിക്കാൻ തയ്യാറാകാതെ കണ്ട മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ദീൻ എന്ന് പറയുമ്പോഴേക്ക് അതിന്റെ പുറകെ പോകുന്ന 10,000-കണക്കിന് മനുഷ്യന്മാരുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ മാലയും മൗലൂദൊക്കെ വീടുകളിൽ മാല ഓതല, മൗലൂദ് ഓതല, ഖുർആൻ ഓതുമായിരുന്നില്ല. നോക്കിയാൽ വിരോധാഭാസം. അതിന്റെ ഗൗരവം മനസ്സിലായോ? എന്താണ് മാലപ്പാട്ടുകള് 10,000-കണക്കിന് ബൈഹാർട്ടാക്കിയ ആളുകൾക്ക് ഒരു ഹദീസ് പോലും ബൈഹാർട്ടില്ല, ഒരു സൂറത്ത് പോലും ബൈഹാർട്ടില്ല, ഖുർആൻ പഠിക്കാറില്ല, ഖുർആൻ പഠിക്കാൻ താല്പര്യവുമില്ല, ആരും പഠിപ്പിക്കുന്നുമില്ല, പഠിക്കാൻ താല്പര്യമില്ല. എന്നാലോ മാലകൾ നഫീസത്ത് മാലി, മറ്റേ മാലി, മറിച്ചേ മാലിയും മൊയ്തി മാലിക്ക് തീരുന്ന നമ്മുടെ ആൾക്കാർ പെണ്ണുങ്ങളൊക്കെ തീരുമല്ലോ, മനപ്പാടമാക്കി വെച്ചിട്ടുണ്ടാകും. എന്താണ് അതിന്റെ ഇസ്ലാമിക വിധി? നിങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാ സർവസ്വവുമായ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആൻ പഠിക്കാതെ, പ്രവാചകൻ സുന്നത്ത് പഠിക്കാതെ ഈ മാലയും മൗലൂദും പഠിച്ചു വെച്ചാൽ അത് ദീനാവോ, മതപരമായ ശരിയാവോ, അതിൽ എത്രത്തോളം സാങ്കത്യമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, പ്രവാചകൻ നമ്മൾ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം പറയാതെ പോയിട്ടില്ല. നമുക്ക് ഒരുപാട് ദിക്റുകൾ, ഒരുപാട് പ്രാർത്ഥനകൾ, പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളില്ലേ, പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകളില്ലേ, അതുണ്ടാകുമ്പോ മറ്റു മനുഷ്യന്മാർ പറഞ്ഞു തരുന്നതിന്റെ പുറമെ നമ്മൾ ഇതിന് പോകണം. ഞാനിത് പറയാൻ കാരണം ഇന്നലെ ഞങ്ങളിങ്ങനെ വൈകുന്നേരം സംസാരിച്ചപ്പോണ്ടായ ഇതാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പം കുറച്ചു കാലമായിട്ട് പ്രചരിക്കുന്ന ഒരു സാധനമാണ് എന്തായാലോ, എന്താ മൻസിൽ, എന്താണ് മൻസിൽ നിന്റെ പേര്, മനസ്സിൽ. എവിടുന്ന് കിട്ടി? ഇത് ദീനാണ്, ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇതിന് ഇങ്ങനെ ഉണ്ടാകും, ഇന്ന ഗുണം കിട്ടും എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞോ, അതല്ല ഖുർആൻ പറഞ്ഞോ? എന്തിനടിസ്ഥാനത്തിലാണ് അത് ദീനായിട്ട് ആൾക്കാർ കൊണ്ടു നടക്കുന്നതും ആ ദിക്കും ദുആവും ചെയ്യും? ഇതിന്റെ മസ്തർ എന്താ? ഇതിന്റെ സഹീഹ് എന്താ? ഇതിന്റെ മതപരമായ തെളിവ് എന്താ? പറയും, നിങ്ങൾ പറയും. ഇത് എവിടുന്ന് കിട്ടി ഈ മനുഷ്യന്? ഞാൻ അയാളുടെ പാണ്ഡിത്യത്തെ ഒന്നും ചോദ്യം ചെയ്യില്ല. ഒരു സംഗതി, ഒരു മനുഷ്യൻ, ഒരു മൗലവി ഒരു ദീന്റെ കാര്യം പറഞ്ഞിട്ട് ആ സാധനം മാർക്കറ്റിൽ ലഭ്യമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ള കച്ചവടമാണ്. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം ഇത് കച്ചവടമാണ്, ബിസിനസ് ആണെന്നുള്ളത്. ഞാൻ തുറക്കാൻ സമ്മതിക്കാറില്ല, പലപ്പോഴും അപൂർവമായിട്ടൊക്കെ തുറക്കാറുള്ളൂ ഈ ന്യൂസ് കേൾക്കാനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ തുറന്നപ്പോ കേട്ടത്, പിന്നെ ശരീരം, ഞാൻ കറുത്ത ആളാണ്, വെളുക്കാൻ എന്തുണ്ട് മാർഗം. അപ്പൊ ഇയാള് ഒപ്പാർമോലി പറയാണ് സൂറത്തു റഹ്മാൻ, പിന്നെ അത് ഇത്ര പ്രാവശ്യം ഓതിയാൽ മതി ദിവസേന വെളുക്കും. അങ്ങനെ ഞാനൊക്കെ എത്ര പ്രാവശ്യം ഓതിയായിരുന്നു? ഈ സുഡാനികളൊന്നും ഇത് കിട്ടിയില്ലേ? ഈ സുഡാനി ആഫ്രിക്കയിലെ കറുത്തവർക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ? ഗൗരവത്തിൽ ചോദിക്കുകയാണ്. സൂറത്തു റഹ്മാൻ ഇത്ര പ്രാവശ്യം ഓതി നിത്യേന കടന്നാൽ ശരീരം വെളുക്കുന്നു പടച്ചോന്റെ റസൂല് പറഞ്ഞോ? ഇയാൾ എന്തിനാണ് ഈ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ട 10,000-കണക്കിന് കോടിക്കണക്കിന് പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഇത്രമാത്രം വൈകല്യാക്കുന്ന ഈ മനുഷ്യൻ? പറയും, എവിടുന്ന് കിട്ടിയത്? നിങ്ങൾ പറയും. ആൺകുട്ടി ഉണ്ടാകാൻ ഇന്ന പ്രാർത്ഥന റസൂല് പഠിപ്പിച്ചു. ആൺകുട്ടി ഉണ്ടാകാനുള്ള പ്രാർത്ഥന ഇത് പറയും. ഞങ്ങൾ ഇത് നിസ്സാരമാക്കേണ്ട വിഷയമല്ല. ആ വിസ ലഭിക്കാനുള്ള പ്രാർത്ഥന അവസാനം, ആ ചോദ്യത്തിന്റെ അവസാനം എന്താ പറയുക? ഉസ്താദെ, നിങ്ങൾ പറഞ്ഞ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് കൊണ്ട് എന്റെ മകന് വിസ കിട്ടി, അൽഹംദുലില്ലാ, മനസ്സിൽ കൊണ്ട് കുറെ ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞോ വിസ കിട്ടാൻ പ്രാർത്ഥന? പഠിച്ചോന്റെ റസൂലിന്റെ കാര്യത്തിൽ വിസ ഉണ്ടോ? വിസ ലഭിക്കാനുള്ള പ്രാർത്ഥന ഖുർആനിലുണ്ടോ? വിസ ലഭിക്കാനുള്ള പ്രാർത്ഥന പഠിച്ചോന്റെ റസൂലിന്റെ സുന്നത്തിലുണ്ടോ? റസൂൽ പഠിപ്പിച്ചോ വിസ കിട്ടാനുള്ള പ്രാർത്ഥന? ആൺകുട്ടികളാണ് പ്രാർത്ഥന. ബിസിനസ്സിൽ ലാഭം കിട്ടാൻ, ഞാൻ കേട്ടൊരിക്കല് ബിസിനസ്സിൽ ലാഭം കിട്ടാനുള്ള പ്രാർത്ഥന എല്ലാ മാസവും എല്ലാ ഒരു ദിവസങ്ങളിലൊക്കെ ഉണ്ട്, എല്ലാ ആഴ്ചയിലും ബിസിനസ്സിൽ ലാഭം കിട്ടാൻ. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പ്രാർത്ഥന, ബിസിനസ്സിൽ ലാഭം കിട്ടാനുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ മുഴുവൻ കച്ചവടം ലാഭാവൂലേ? ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ അതിന് ഇന്ന പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം വരുമായിരുന്നു, ആ പ്രാർത്ഥന വളർച്ചാൽ പറയുന്നില്ലേ?
അങ്ങനെ റസൂൽ സ്വർഗ്ഗത്ത് നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പ്രവാചകൻ അങ്ങനെ ഒരു ദീനിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയാതെ പോവോ പ്രവാചകൻ? നിങ്ങൾ അങ്ങനെയാണോ പ്രവാചകനെ മനസ്സിലാക്കിയത്? എവിടുന്ന് കിട്ടി? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇന്ന സാധനം ഇത്ര പ്രാവശ്യം മുഴുവൻ. അതേപോലെ തന്നെ അതിന് വേറെ ഒന്നുണ്ട്. എന്താണ് ഓരോ ദിവസം കേട്ട അറപ്പുളവാക്കുന്ന ദീനുമായിട്ടൊരു ബന്ധവും ഇയാൾക്ക് ഇത് പറയാൻ എന്താണ് അവകാശം? ആര് കൊടുത്തു അവകാശം? ഇത് ഈ അദ്ദേഹത്തിന്റെ വേഷവും ആ രൂപവും ആ കോലവും കണ്ടപ്പോ ഇതാണ് ഇതിനൊരു പണ്ഡിതനല്ലേ? അപ്പൊ അയാൾ പറഞ്ഞപ്പോ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാവൂലേ എന്നായിരിക്കാം പാവം ഈ പറഞ്ഞ കാര്യങ്ങൾ, ദിക്റുകൾ, ദുആകളൊക്കെ മനപ്പാടമാക്കിയ പെണ്ണുങ്ങള് റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് മനപ്പാടമാക്കാൻ ശ്രമിച്ചോ? അത് പറയും. ഇത് മനപ്പാടം. ഇത് ഇന്നലെ ഉരുവിട്ട് വീട്ടിൽ ദോഹയിലെ ഏതോ സ്ഥലത്തുണ്ടാകുന്നത്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ ഇത് പറയലൊരു ബാധ്യതയല്ലേ? ഖുർആൻ ക്ലാസ്സിൽ ആ വിഷയം പറഞ്ഞപ്പോ അവിടുന്ന് ഒരാൾ പറയാണ് ആ പുസ്തകം വാങ്ങാൻ വേണ്ടി അയാൾ പോയി നോക്കിയപ്പോ പിന്നെ ആ പുസ്തകം ദോഹയിൽ കിട്ടാനില്ല. കൊണ്ടുവരുന്ന ബുക്ക് തന്നെയാണ് ചൂടപ്പം പോലെ വിറ്റ് പോവാണ്. എന്തേ പെണ്ണുങ്ങൾക്ക് ഈ ലോട്ടറി അടിക്കാനാ? ഇത് കുറുക്കുവയാണല്ലോ, ലോട്ടറി ആണല്ലോ. അങ്ങനെ ഉണ്ടോ? പടച്ചോന്റെ റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കാനല്ലേ? നിങ്ങൾക്ക് എന്തുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ആരോട് ചോദിച്ചോളൂ? അള്ളാഹിനോട് ചോദിച്ചോളൂ എന്നല്ലേ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്? ചിലപ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് വരാം, ചിലപ്പോൾ ഉത്തരം ലഭിച്ചില്ല എന്ന് വരാം. പ്രാർത്ഥിച്ചാൽ അത് നിഷ്ഫലമായി പോകൂല. നാലാൽ ഒരു കാര്യം കിട്ടുന്നു. ആര് പറഞ്ഞതാ? റസൂൽ. എന്താ 4 കാര്യം പറയും? ഒന്നുകിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് കിട്ടും? ഉത്തരം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രാർത്ഥന മൂലം ഒരു അപകടം അള്ളാഹു ഒഴിവാക്കി തരും. അതല്ലെങ്കിൽ എന്താണ്? ഈ പ്രാർത്ഥന നിങ്ങൾക്കൊരു പ്രതിഫലമായിട്ട് എവിടെ രേഖപ്പെടുത്തപ്പെടും? പരലോകത്ത് രേഖപ്പെടുത്തപ്പെടും. പിന്നെ ഒന്നുകൂടിയില്ലേ? അത് നീട്ടിവെക്കും. പിന്നീട് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യും? ഉത്തരം ലഭിക്കും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിന്റെ കൂടെ ആ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, കുട്ടി ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് നീ എന്ത് വേണത്? ഫഹ്ഫദു. അത് ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ ഫഹ്ഫദു. എന്ത് ചെയ്യണം? അത് മനപ്പാടമാക്കി വെച്ചോ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക فإذا سألت فاسأل الله وإذا استعنت فاستعن بالله فاعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لن ينفعوك إلا بشيء قد كتبه الله لك واعلم أن الأمة لو اجتمعت على أن يضروك بشيء لن يضروك إلا بشيء قد كتبه الله عليك. അർത്ഥം മനസ്സിലായി? അർത്ഥം ഞാൻ പറഞ്ഞത് എന്താണ്? പടച്ചവനെ സൂക്ഷിച്ചപ്പോഴും എന്നാൽ പടച്ചവന്റെ കാവൽ നിനക്കുണ്ടാകും. നീ പടച്ചവനെ സൂക്ഷിക്കുക. നിന്റെ മുമ്പിൽ നിനക്ക് പടച്ചവനെ കാണാം എന്ന് വെച്ചാൽ അർത്ഥം പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പടച്ചവനെ നിന്റെ മുമ്പിൽ കാണാൻ അർത്ഥത നമുക്കൊരു തണലായി, ഒരു സംരക്ഷണമായി. ഇനി നമ്മുടെ ദൗത്യം പരാജയപ്പെട്ടാൽ നമുക്ക് ഉണ്ടാവില്ല, നിരാശാബോധം ഉണ്ടാവില്ല. പടച്ചോണ്ടല്ലോ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും, ഒരു സംരക്ഷണ ബോധം നമുക്കുണ്ടാകും. ഫൈദാസ്ഥാനത്ത ചോദിക്കുകയാണെങ്കിൽ ഫസ്തലില്ല, പടച്ചവനോട് ചോദിച്ചോ. വൈദസ്ഥാനത്ത സഹായം തേടിയാൽ ഫസ്തായില്ല, ആരോട് സഹായം തേടിക്കോ? പടച്ചവനോട് സഹായം തേടിക്കോ. എന്ന് വെച്ചാൽ എന്താണ്? എനിക്കിപ്പോ 1,000 റുപ്യ ആണോ, ഞാൻ പടച്ചവനോട് സഹായം തരാനാ? അതാണോ ഉദ്ദേശിച്ചത്? അല്ല, എനിക്ക് രോഗം വന്നു ചികിത്സിക്കണം, ഞാൻ പടച്ചവനോട് അല്ല, ഞാൻ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? പടച്ചവനോട് രോഗം മാറ്റി തരാൻ പ്രാർത്ഥിക്കുകയും വേണം. അതിനൊക്കെ നിർവചനങ്ങളൊക്കെ ഉണ്ട്, വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. റസൂലുള്ള തന്നെ പറഞ്ഞ നിർവചനമുണ്ട്. ഒരുപാട് സംഭവങ്ങൾ. നീ അങ്ങനെ ഇരുന്നാൽ സംഗതി നടക്കൂല. റസൂലുള്ള ചെയ്യേണ്ട പണി നമ്മള് ചെയ്യണം, ബാക്കി കാര്യം ആലോചിപ്പിക്കണം എന്ന് പറയാൻ. ഫഅലം അന്നൽ ഉമ്മത്ത, മനുഷ്യ സമൂഹം മുഴുവൻ ഒരുമിച്ച് കൂടി അല അൻ യൻഫഉക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ. എന്നാൽ ലം യൻഫഉക, അവർ നിനക്കൊരു ഉപകാരം ചെയ്യൂല. ഇല്ല ല യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, പടച്ചവൻ എന്താണോ നിനക്ക് തീരുമാനിച്ചത്, വിധിച്ചത്, അതല്ലാതെ നിങ്ങളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തോ? എനിക്കൊരു പ്രയോജനം ചെയ്യാൻ തീരുമാനിച്ചു. ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവൻ പടച്ചവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കും, നിങ്ങൾ ഉദ്ദേശിച്ചത് നടക്കൂല. ഇതിലെ സംഗതി നടന്നു കഴിഞ്ഞാലോ അത് നിങ്ങളെല്ലാവരും ശ്രമിച്ചതുകൊണ്ടല്ല, അത് പിന്നെന്താ? പടച്ചവൻ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങളൊക്കെ എനിക്കൊരു അപകടം വരുത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കൊരു അപകടവും വരുത്താൻ സാധിക്കില്ല. അള്ളാഹു എന്താണോ എനിക്കെതിരിൽ തീരുമാനിച്ചത് അത് നടക്കും. പടച്ചവൻ ഉദ്ദേശിച്ചതേ നടക്കൂ, പടച്ചവൻ ഉദ്ദേശിച്ചതേ നടക്കൂ. നമ്മുടെ ചുമതല എന്താണ്? നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാത്ത കാര്യം ആരോട് പറയുക? അള്ളാഹുവിനോട് പറയാ. ഇതാണ് നമ്മുടെ കഴിവിൽപ്പെട്ട നമ്മൾ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ ആരോട് പറയാ? അള്ളാഹുവിനോട് പറയാ. അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അള്ളാഹുവിന്റെ സംരക്ഷണവും നമുക്കുണ്ടാകും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും വിചാരിച്ചാലും എന്ത് ചെയ്യില്ല, നമുക്കൊരു പ്രയോജനം ചെയ്യാൻ സാധിക്കില്ല. ഒരു അബൂബക്കർ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ? 10-30 കൊല്ലം മുമ്പ് സംഭവം. അയാൾക്ക് കുട്ടുണ്ടായില്ല.
അയാൾ എന്തൊക്കെ ചെയ്തോരോ കുട്ടി ഉണ്ടായാലും എല്ലാ പണിയും ചെയ്തു അയാള്. അവസാനം അയാൾ ഹജ്ജും ചെയ്തു, എന്നിട്ടും കുട്ടി ഉണ്ടായില്ല. അവസാനം ശബരിമലല്ലോ അയാൾ തുലാഭാരം നടത്തി, അയാളെ ഭാര്യ ഗർഭിണിയായി, കുട്ടിയുമായി. എന്താണ് മനസ്സിലാക്കേണ്ടത്? പരീക്ഷണം. അള്ളാഹു അയാൾക്ക് കുട്ടി അത് ഈ തുലാഭാരം നടത്തി അത് അയാൾ പോയില്ലേ കാര്യവും. അപ്പൊ എന്താണ് തുലാഭാരം നടത്തി അത് ഒത്തുവന്നു, രണ്ടും ഒത്തുവന്നു. അങ്ങനെ എന്ത് ചെയ്തു? അയാൾ വേറെ എന്തൊക്കെയോ കാര്യം ചെയ്തിട്ടുണ്ടാവും, അതൊന്നും ചെയ്യില്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ഹജ്ജ് ചെയ്തപ്പോഴും കിട്ടിയില്ല. ചിലപ്പോൾ അയാൾ ശബരിമലക്ക് പോയിട്ടുണ്ടാവും, അവിടെ കിട്ടിണ്ടാവില്ല. വേറെ ഏതൊക്കെയോ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും, അവിടെ കിട്ടിണ്ടാവില്ല. വേറെ കുറെ ദർഗകളിൽ പോയിട്ടുണ്ടാവും, അവിടെ കിട്ടിണ്ടാവില്ല. പിന്നെ ഇത് കൂടെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് കുട്ടി ഉണ്ടായപ്പോ ഇയാൾ കരുതി എന്ത് അത് ഇതിന്റെ ഫലമാണ്, അത് പത്രങ്ങളിലൊക്കെ പരസ്യം ചെയ്തു, വലിയ വാർത്ത വിഷയമായി. അപ്പോ ഈ വിസക്ക് വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ടാകും, അപ്പോഴൊന്നും കിട്ടിയില്ല. അതിന്റെ സമയമായപ്പോ എന്ത് ചെയ്തു? അത് കിട്ടി. ആ സ്ത്രീ വിചാരിച്ചത് ഈ പ്രാർത്ഥന ഇയാൾ ഉസ്താദ് പറഞ്ഞ ചെല്ലിയപ്പോ എന്ത് ചെയ്തു? വിസ കിട്ടിയെന്നാ വിചാരിച്ചത്. അങ്ങനത്തെ ഇതിങ്ങനെ ടിവിയിൽ അവതരിപ്പിക്കുമ്പോ ഓരോ ദിവസവും അങ്ങനെയുള്ള അടുത്ത പ്രാവശ്യം ആൾക്കാർ ഇത് മുഴുവൻ വാങ്ങാനുള്ള എന്തെങ്കിലും ഒരു ചൊട്ട് എന്താ പറയാ ഇത് ഇയാൾ ഇങ്ങനെ ഫോട്ടോകോപ്പി എടുക്കാൻ പാടില്ല. ഫോട്ടോകോപ്പി എടുക്കാൻ പെണ്ണുകൾ പേടിച്ചിട്ട് പിന്നെ കുട്ടികൾ പറ്റുമെന്ന് ഉറപ്പായില്ലേ? ഇത് ബിസിനസ് ആണെന്ന് ഉറപ്പല്ലേ? വളരെ കുറഞ്ഞ പുസ്തകങ്ങൾ വലിയ വിലക്കാ വിൽക്കുന്നതാ കേട്ടത്. കുറഞ്ഞ പേജുള്ള പുസ്തകം അതെന്തെങ്കിലും അയാളുടെ ബിസിനസ് എന്തെങ്കിലും ആയിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമോ, ഞാൻ ദീനിനെ പറ്റിയാ പറഞ്ഞത്. എന്തെങ്കിലും ആട്ടെ, ദീനുമായിട്ട് അതിന് ബന്ധമില്ല സഹോദരൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. നമ്മൾ രാത്രി കടക്കാൻ പോകുമ്പോ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന പ്രാർത്ഥന ആൾക്കാർ കൈ നോക്കിയാട്ടെ. നമ്മൾ 40 ആൾക്കാർ ഒരു കുടുംബമാണ് ഈ ഒരാഴ്ച. ആ പ്രാർത്ഥന എത്ര ആൾക്കാരുണ്ട്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂല് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന രാത്രി വേറെ ആരുമില്ല, നമ്മൾ മാത്രം അങ്ങനെ കടക്കപ്പാലാണ് കിടക്കുമ്പോഴേ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഖദഹ ബിമാ തഖബ്ബലു ബി ഇബാദക സാലിഹീൻ. ആ പ്രാർത്ഥന ഇങ്ങനെ ഒറ്റ ശാസ്ത്രം ഞാനിപ്പോ പറഞ്ഞ മാതിരി ഇങ്ങനെ പറയണം. എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ അത് റസൂല് സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന ബിസ്മിക റബ്ബി വദഅതു ജംബി, ബിസ്മിക റബ്ബി വദഅതു ജംബി എന്നുള്ളതിനേക്കാൾ പ്രഗൽഭം, അതിനേക്കാൾ പ്രസിദ്ധമായ ശിഹത്ത് കൂടിയ പ്രാർത്ഥന ഞാൻ പറഞ്ഞത്. ആ പ്രാർത്ഥന അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? മറ്റേ പ്രാർത്ഥന അല്ലാന്ന് പറയുന്നത് മറ്റേ റസൂൽ പ്രാർത്ഥിച്ചതാണ്. എന്നാൽ റസൂല് പതിവായി തെറ്റാതെ രാത്രി എന്ത് ചെയ്യുന്നവരോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖൂദുഹു സിനത്തുൻ വലാ നൗം ആയത്തുൽ കുർസി ഓതും. എന്നിട്ടോ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതും. അത് ഓതിട്ട് എന്ത് ചെയ്യും? രണ്ട് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? റസൂല് ഊതും. ഊതിട്ട് എന്ത് ചെയ്യും? ശരീരം മുഴുവൻ എന്ത് ചെയ്യും? തടവും. എന്നിട്ട് ഒരു പ്രാർത്ഥനയും, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു വഹ്ദി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബിനബിയിക അല്ലദീ അർസൽത വബികിതാബിക അല്ലദീ അൻസൽത. ആ പ്രാർത്ഥനയെ ഓതിയിട്ട് റസൂൽ എന്ത് ചെയ്യാ? അത് കടന്നാൽ ഓർത്തങ്ങട്ട് വരും. നമ്മളെ മുനീർ ഓർന്നവരോ ഓരോരുത്തരും കടന്നു കഴിഞ്ഞിട്ട് ഇന്നലെ മിനിയാന്ന് മൂപ്പര് ഭാര്യനോട് ഇങ്ങനെ സംസാരിക്കുന്നില്ല രാവിലെ. അപ്പൊ ഭാര്യ ചോദിക്കണ്ടെങ്കിൽ സംസാരം കേട്ടാണല്ലോ. അപ്പൊ ആ നിങ്ങൾ കടന്നു, ഞാൻ കടന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു മുനീർ. അത് പറഞ്ഞ് മൂപ്പര് ഫോണോടെ വെക്കലും പിന്നെ ഞാൻ കേട്ടു സെക്കൻഡ് അത്ഭുതപ്പെട്ടു. ഞാൻ ആരോടെ ആള് പറഞ്ഞു ഫോണ് ഞാൻ ശരി അപ്പൊ കടന്നിട്ടേ ഉള്ളൂ, കടക്കുന്നില്ല, ഞാൻ കാണുന്നുണ്ട് തൊട്ടടുത്ത് പറ്റില്ലാണ്ട് അത് കടക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇപ്പോൾ കടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഫോണാണ് കട്ട് ചെയ്താണ് വെക്കലും കൂർക്കം വരി തുടങ്ങലും ഒറ്റ സെക്കൻഡിൽ. അപ്പൊ എന്താറിയോ, പിന്നെ ഇതാണ് അങ്ങനെ. ഒരിക്കൽ ആരൊരാൾ പറഞ്ഞിരുന്നു, ഒരാള് ഉറക്കം വരിച്ചിട്ട് അലങ്ങും ബലങ്ങും എന്ത് ചെയ്യാണ്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്. എന്നിട്ട് എത്ര ഉറക്കം വരില്ല. വേറെ എന്റെ അടുത്തൊരു മാപ്പിള ഉണ്ടായിനി, അയാൾ അങ്ങോട്ട് ഇരുന്നിട്ട് അയാൾ എന്തൊക്കെയോ കുറുകുറു പറഞ്ഞ കേട്ടു. പിന്നെ ആൾ കണ്ട് കടന്നിട്ട് അയാൾ എന്ത് ചെയ്തോട്ട് ഉറങ്ങി. അപ്പൊ ഈ ദിക്റുദ്വാൻ നമ്മളെന്ത് ചെയ്തോ, ശരീരം ആരെ ഏൽപ്പിക്കാണ്? പടച്ചോനെ ഇതാ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാലും നീക്കിയാൽ കടന്നാൽ ഏത് വരും? ഉറക്കം കിട്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മരിച്ചാലും സാരില്ല, പടച്ചോനെ എന്നെ ജീവിപ്പിച്ചാൽ നല്ല ജീവിപ്പിക്കണം, മരിച്ചാലോ എന്ത് ചെയ്യണം? നല്ല സാലിഹികളെ അടിമയുടെ കൂടെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക്, എന്റെ നഫ്സിനെ ഞാൻ ഇത് പടച്ചോനെ നിനക്ക് ഏൽപ്പിച്ചു തന്നു. ഇപ്പൊ വജ്ജഹ്തു വജ്ഹിയിലേക്ക, എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചു. ഇപ്പൊ ഫവ്വൽതു അംരിയിലേക്ക്, എല്ലാ കാര്യവും പടച്ചോനെ ഞാൻ എന്ത് ചെയ്തു? നിന്നെ ഏൽപ്പിച്ചു. റഹബത്തനിലേക്ക, നിന്നെ പേടിച്ചിട്ടും നിന്റെ ശിക്ഷയെ പേടിച്ചിട്ടും നിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടും. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, ഞങ്ങൾക്ക് അഭയവും രക്ഷയും പടച്ചോനെ നീ അല്ലാതെ വേറെ ആരുമില്ല.
ആമൻതു ബിനബിയിക്കല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകൻ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വബി കിതാബിക്കല്ലദീ അൻസൽത, നീ ഇറക്കിയ കിതാബിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. പുറത്തെല്ലാം മക്കളി ഭാര്യ കുട്ടി ബാപ്പാനി ഉമ്മാനൊക്കെ എന്ത് ചെയ്തോണ്ട് ആരേൽപ്പിച്ചു? പടച്ചവനോട് ഏൽപ്പിച്ചാണ് കറക്റ്റാൻ. ഈ ദിക്റിപ്പൊക്കെ അറിയാം. ഞാൻ വേറെ ദിക്റിലേക്ക് കടക്കണില്ല, ഒരുപാട് ദിക്റുണ്ട്, ദുആണ്ട്. അങ്ങനെ റസൂല് ജീവിതത്തിൽ പഠിപ്പിച്ച നമ്മൾ നിർബന്ധമായും ചെയ്യാൻ. നിർബന്ധം വെച്ചാൽ ഇങ്ങനെ ഇല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന അർത്ഥത്തിനല്ല. ജീവിതത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ആ ദിക്റുകളെ കുറിച്ചോ ദുആകളെ കുറിച്ചോ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതെ, കാരണം അത് ഹദീസിലുള്ളതാണ്, അത് ഇയാൾക്ക് വിറ്റ് കാശാക്കാൻ പറ്റില്ല. ഗൗരവത്തോട് നിങ്ങൾ ചെയ്യുന്ന അമൽ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യുന്ന ഈ നമസ്കാരല്ലേ അത് നഷ്ടമാവരുത്. നിങ്ങൾ എടുക്കുന്ന നോമ്പുണ്ടല്ലോ അത് നഷ്ടമാകരുത്. നിങ്ങളുടെ ഹജ്ജ് നഷ്ടമാകരുത്. നിങ്ങളെ മനസ്സിൽ ഓതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്ത് പോവോ? ഒഫർ മോലി പറയണ്ടോ? വേറെ ആരെങ്കിലും ലോകത്ത് ആരെങ്കിലും പറയണ്ടോ ഇത് ഓതിയിട്ടില്ലെങ്കിൽ, ഇത് പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ നരകത്ത് പോകുന്നു പറയണ്ടോ? ഇല്ല. എന്നാൽ അത് ദീനാണെന്ന് കരുതി അത് കൊണ്ടുവന്നാൽ അത് ദിക്റും ദുആവുമായിട്ടാണല്ലോ ചെല്ലുന്നത്. ദിക്റും ദുആവും ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ എന്നറിയോ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കോ. ദിക്റും പുറമേ കത്തിച്ച് കളി, പടത്തോണെങ്കിൽ കൂലി കിട്ടും. ഉണ്ടെങ്കിൽ കത്തിച്ച് കളഞ്ഞേക്ക്, കൂലി കിട്ടും. ഖുർആൻ ആയത്തുകൾ ഖുർആനിൽ ഓതിയാൽ മതി. ഞാൻ ഖുർആൻ ഓതിക്കോളൂ. അങ്ങനെ ഖുർആൻ ആയത്ത് ഇന്നതിന് വേണ്ടി ഉള്ളതാണ്. അതെന്താണ്? ഖുർആനെ കുറിച്ച് ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് ശമനമാണെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ക്യാൻസർ പിടിച്ചാൽ അത് മാറ്റുന്ന അർത്ഥത്തിനാ ആണോ? നമുക്ക് രോഗം വന്നാല് മാറ്റുന്ന അർത്ഥത്തിനാ? അത് നമ്മുടെ ഹൃദയത്തിലുള്ള രോഗത്തിന് എന്താണ്? ആ നിലക്ക് നമ്മുടെ മാനസികമായ രോഗങ്ങൾക്ക് എന്താണത്? അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്ന കുറെ രോഗം വേറെ ഉണ്ട്. ആ രോഗത്തിന് എന്താണത്? ശമനമാണ്. ഖുർആൻ ഓതിയാൽ എന്താണ്? പുണ്യമാണ്. ഖുർആൻ നിങ്ങൾ ഓതണം, അത് പുണ്യമാണ്. അലിഫ് ലാം മീം, അലിഫ് ഓതിയാൽ അതൊരു അക്ഷരമാണ്, ലാം വേറെ അക്ഷരമാണ്. ഓരോന്നിനും 10 ആണ്. അലിഫ് ലാം മീം 3 കൂലി 30 ആരെ എണ്ണം പറഞ്ഞ ആളാരോ? ആരാ പറഞ്ഞത്? റസൂലുള്ള. ആ റസൂലുള്ള പറഞ്ഞ നിങ്ങൾക്ക് ഓതാൻ സമയമില്ലല്ലേ? അത് പാരായണം ചെയ്യാൻ സമയമില്ലല്ലേ? ഖുർആൻ അർത്ഥം അറിയാതെയാണ് നിങ്ങൾ ഖുർആൻ ഓതുന്നതെങ്കിൽ അതിന്റെ കൂലി ഇങ്ങനെയാണ്. അർത്ഥം അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഓതുന്നത് അതിന്റെ കൂലി ഇപ്രകാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? വിശദീകരിച്ചിട്ടില്ലേ? ഖുർആൻ എത്രത്തോളം അർത്ഥം അറിയട്ടെ അർത്ഥം അറിയാതിരിക്കട്ടെ, നിങ്ങൾ ഖുർആൻ ഓതിക്കോൻ എന്ത് കിട്ടും? നിങ്ങൾക്ക് കൂലി കിട്ടും. അർത്ഥം അറിഞ്ഞിട്ടാണോ ഓതുന്നത് മാറ്റു കൂടും, കൂലി കൂടും. ആ അർത്ഥം പഠിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയോ? നമ്മൾ ഓതാറുണ്ടോ? അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞത് പറ്റില്ല, പടച്ചോൻ പറഞ്ഞത് പറ്റില്ല, ദീൻ പറഞ്ഞത് പറ്റില്ല, അത് നിങ്ങൾക്ക് പറ്റില്ല. കണ്ട ആൾക്കാർ ഇറക്കുന്ന വാറോല നിങ്ങൾക്ക് വലിയ ദീനും. എവിടുന്ന് കിട്ടിയത്? ഗൗരവത്തിൽ അടിസ്ഥാനം. ഇവിടെ നിർത്തുക, സമയം വൈകിയതുകൊണ്ട്. ബാക്കി ആ സമയം നമ്മൾ പിന്നെ പറയേണ്ടപ്പോഴേക്കും ആലോചിച്ചോളൂ. നമ്മുടെ വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തരും പടച്ചോനുമായിട്ട് ഏറ്റുമുട്ടാൻ, പടച്ചോന്റെ മുമ്പിൽ വിചാരണക്ക് ഞാൻ മാത്രമേ എന്റെ ഭാര്യന്റെ കൂടെ ഉണ്ടാവില്ല, എന്റെ മക്കളുടെ കൂടെ, എന്റെ ബാപ്പിന്റെ ഉമ്മിന്റെ കൂടെ ഉണ്ടാവില്ല. ഓരോരുത്തരും അവനവന്റെ തടി എന്ത് ചെയ്തോളൂ? നരകത്തുനിന്ന് കാത്തോളൂ. ഖുർആനും ഹദീസും നിങ്ങളുടെ മുമ്പിലുണ്ടോ? അതനുസരിച്ച് ജീവിച്ചോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതല്ലാത്ത ഇത് ദീനായി രംഗത്ത് വരികയാണെങ്കിൽ വലിച്ചെറി മടി കൂടാതെ വലിച്ചെറിഞ്ഞോ, കത്തിച്ച് കളഞ്ഞ് കൂലി കിട്ടും. പടച്ചോനെടുക്കുന്നത് ഒരു സംഗതി ഖുർആനിലൊരു ആയത്താണ്. ഖുർആൻ ആയത്താണ്. അള്ളാന്റെ കിതാബ് ഓതി കഴിഞ്ഞാൽ അതിന് ഫലം കാണും. അള്ളാന്റെ കിതാബ് ഓതിയാൽ ഫലം കാണും. ഇവിടെ അല്ല കാണാം, ഇവിടെ പരലോകത്ത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തോളൂ. ഖുർആൻ പാരായണം ചെയ്തോ. അങ്ങനെ റസൂലുള്ള എന്തെങ്കിലും പ്രത്യേകമായി എടുത്തു പറഞ്ഞതുണ്ടെങ്കിൽ അങ്ങനെ പറയാനുണ്ട്, അത് എന്ത് ചെയ്തോളൂ. അതിന് ഞാൻ അത് റസൂലുള്ള പറഞ്ഞത് എന്ത് ചെയ്യണം? അതങ്ങനെ തന്നെ വേണം. അതിലൊരു ഒരു വള്ളി പുള്ളി തീരരുത്, മാറ്റരുത്. അതങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുകയും വേണം. അല്ലാത്തത് ദീനായി ഇങ്ങനെ ദിക്റും ദുആവും. പടച്ചോന്റെ ഖുർആൻ ചില ആളുകൾക്ക് വിൽപ്പന നടത്താൻ, ചില ആളുകൾക്ക് കച്ചവടം ഉണ്ടാക്കാൻ, ബിസിനസ് ഉണ്ടാക്കാൻ, വേറെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നുള്ള ഒരു മാർഗം, ഒരു കുറുക്ക് വഴി എന്നുള്ള മാർഗം കണ്ടെത്തിയ ഈ മാർഗങ്ങളൊന്നും എന്ത് ചെയ്യരുത്. അതിൽ നമ്മൾ കെണിയിൽ പെട്ടുപോരുത്. ഇയാളുണ്ടാവില്ല പരലോകത്ത്, പരലോകത്ത് അയാളുണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ആ ദിക്റും ദുആവും ഓതിയെങ്കിൽ നല്ല ജോലി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെച്ചേക്കൂ. പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് ജോലി വേണ്ട. മനസ്സിലായോ? അങ്ങനെ ഓരോന്നും ഞാൻ വളരെ അപൂർവമായിട്ട് തുറക്കാറുള്ളൂ. ഞാൻ ആ സാധനം ബുക്ക് കണ്ടിട്ടില്ല. ആ കണ്ടിടത്തോളം നമുക്ക് കിട്ടിയ വിവരം ഇങ്ങനെയൊക്കെയാണ്. വളരെ അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾക്ക് രോഗം ഉണ്ടാകുമോ? ഞാൻ സമയം കൂടി പറഞ്ഞു ഇവിടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക,
നിങ്ങൾ ഞാൻ വിട്ടു, ഞാനൊന്നും പറയില്ല, നിങ്ങൾക്ക് വിട്ടു തന്നു. ഞാനത് സാന്ദർഭികമായിട്ട് ഇന്നലെ സംസാരത്തിന് മധ്യ ഉണ്ടായപ്പോഴൊക്കെ പലരുടെയും വീട്ടിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്താണ് സൂചിപ്പിച്ചതാണ്. ഗൗരവത്തോടു കൂടി അള്ളാന്റെ കിതാബിനെ മറന്നിട്ട് പടത്തിടാ കേട്ടോ അനി, അള്ളാന്റെ കിതാബിനെ മറന്ന് പടച്ചവന്റെ സുന്നത്തിനെ മറന്ന് ഇത്യാദി വാറോലകൾക്ക് പുറകെ പോകുന്നതിന്റെ ഗൗരവം, ഗുരുതരാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ എന്റെ ഈ സംസാരത്തിൽ പറയുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് പടച്ചവൻ തീരുമാനിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തീരുമാനാവട്ടെ. അമ്മ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഹക്കിനെ ഹക്കായി, ബാത്തിലിനെ ബാത്തിലായി കാണാനും ആ ഹക്ക് സ്വീകരിക്കാനും ബാത്തിലിനെ എന്ത് നഷ്ടമുണ്ടായാലും തള്ളിക്കളയാനുമുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. പടച്ചവൻ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് അർത്ഥം പറയും? അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ, ഹക്കിനെ ഞങ്ങൾക്ക് ഹക്കായി കാണിച്ചു തരണമേ. വർസുഖ്ന ഇത്തിബാഅ, ആ ഹക്കിനെ പിന്തുടരാനുള്ള ഒരു ഭാഗ്യവും ഞങ്ങൾക്ക് നീ നൽകണമേ. വഅരിനൽ ബാത്തില ബാത്തിലൻ, പറയും ബാത്തിലിനെ ബാത്തിലായി കാണാൻ. വർസുഖ്ന ഇജ്തിനാബ, എന്നിട്ട് ആ ബാത്തിലിനെ ഇജ്തിനാ വെടിയ ഉപേക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് ഹക്കിനെ ഹക്കായി കാണാൻ, എന്നിട്ട് ആ ഹക്ക് പുൽകാൻ. ബാത്തിലിനെ ബാത്തിലായി കാണാൻ, ആ ബാത്തിൽ എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും ആ ബാത്തിലിനെ കൈയൊഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു ഹജ്ജ് അതിന് നിമിത്തമായെങ്കിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. രാത്രി ഇനി 8:30 അവിടെ ഒന്നുമില്ല, അല്ല സംഗമിക്കേണ്ട പ്രശ്നം